നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ നിന്നും കണ്ടെത്തിയ നിധിശേഖരം പുരാവസ്തു വകുപ്പ് പുരാവസ്തു തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ശാസ്ത്രീയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവ ഏറ്റെടുക്കാനുള്ള നടപടി ആരംഭിച്ചതായി പുരാവസ്തു വകുപ്പ് അറിയിച്ചു. പുരാവസ്തുക്കൾ കണ്ടെടുത്ത സ്ഥലത്തിന്റെ ഉടമയ്ക്ക് വസ്തുക്കളുടെ വിപണി വിലയ്ക്ക് പുറമെ 20% അധിക വിലയും നൽകിയാകും ഏറ്റെടുക്കുക. 1968 കേരള ട്രഷർ ട്രോവ് നിയമപ്രകാരമാണ് നടപടി. നിധിശേഖരം 1659 മുതൽ 1826 വരെയുള്ള കാലഘട്ടത്തിലേതെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. കാശുമാലകൾ, സ്വർണമുത്തുകൾ, ചെറിയ കർണാഭരണങ്ങൾ, കമ്മലുകൾ, വെള്ളി നാണയങ്ങൾ എന്നിവയാണ് നിധിശേഖരത്തിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കാശുമാലകളാണ്. 1968 കേരള ട്രഷർ ട്രോവ് നിയമപ്രകാരമാണ് നടപടികൾ. വെനീഷ്യയിലെ 3 ഭരണാധികാരികളുടെ കാലത്ത് നിർമ്മിച്ച വെനീഷ്യൻ ഡക്കറ്റ് എന്ന സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ചാണ് കാശുമാലകൾ നിർമ്മിച്ചത്. 1659 മുതൽ 1674 വരെ ഭരിച്ച ഡൊമിനിക്കോ കൊണ്ടാരിന, 1752 മുതൽ 1762 വരെ ഭരിച്ച ഫ്രാൻസിസ്കോ കൊഡാൻ തുടങ്ങിയവരുടെ കാലഘട്ടത്തിലെ ഡക്കറ്റുകളാണ് ഇവ. ഇത്തരത്തിലുള്ള സ്വർണത്തിന്റെ 13 കാശുമാലകളാണ് ലഭിച്ചത്. ഫ്രാൻസിസ്കോ കോഡാന്റെ കാലത്ത് നിർമ്മിച്ച 4 സ്വർണ്ണ നാണയങ്ങളുമുണ്ട്. സാമൂതിരിയുടെ വീരയാൻ പണം എന്നറിയപ്പെടുന്ന 2 വെള്ളി നാണയങ്ങളാണ് മറ്റൊന്ന്. 1826 ആലി രാജയുടെ കാലത്തുള്ള കണ്ണൂർ പണം എന്നറിയപ്പെടുന്ന 2 വെള്ളി നാണയങ്ങളും പോണ്ടിച്ചേരിയിൽ നിന്ന് ഫ്രഞ്ചുകാർ നിർമ്മിച്ച ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങളും ഇതിലുണ്ട്. പുതുച്ചേരി നാണയങ്ങൾ എന്നാണിവ അറിയപ്പെടുന്നത്. കൂടാതെയാണ് 2 സ്വർണമുത്തുകളും ജിമിക്കുകളും ലഭിച്ചത്. ഈ നിധിശേഖരത്തിലെ ഏറ്റവും പുതിയവ 1826 കണ്ണൂർ പണമാണ്. ഇക്കാലത്തിന് ശേഷമായിരിക്കണം നിധിശേഖരം ഇവിടെ കുഴിച്ചിട്ടത്. അതിനാൽ ടിപ്പുവിന്റെ ആക്രമണ ഭീതിയിൽ കുഴിച്ചിട്ടവയല്ലെന്നും വ്യക്തമാണ്. വ്യാപാര നാണയങ്ങളായതിനാൽ ഏതെങ്കിലും കച്ചവട സംഘടനകൾ കുഴിച്ചിട്ടതാവാനും സാധ്യതയുണ്ട്. പണ്ടത്തെ കവർച്ചാ മാർഗങ്ങളായിരുന്ന നദീതീരങ്ങളോടനുബന്ധിച്ചാണ് ഇവ കാണാറുള്ളത്. വെനീഷ്യൻ ഡക്കറ്റ് ആഭരണമായി കേരളത്തിലെ സമ്പന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾ അണിഞ്ഞിരുന്നു. കവർച്ചക്കാരെ പേടിച്ചോ കുടുംബത്തിലെ സ്വത്ത് തർക്കത്തെ തുടർന്നോ മരണപ്പെട്ടതിനാൽ തിരിച്ചെടുക്കാൻ കഴിയാതെയോ വന്നവയാകാമെന്നും കരുതുന്നു. നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല. 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തപ്പോഴാണ് ഇവ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് തൊഴിലാളികൾ പഞ്ചായത്തിലും പോലീസിലും വിവരമറിയിക്കുകയായിരുന്നു. കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങളും വെള്ളി നാണയങ്ങളും തളിപ്പറമ്പ് RDOയുടെ കസ്റ്റഡിയിലാണ്. ഏറ്റെടുത്ത ശേഷം പുരാവസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുമെന്ന് ആർക്കിയോളജി വകുപ്പ് ഡയറക്ടർ E ദിനേശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.